സർ, ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം അത് ഉടൻ സംഭവിക്കുമെന്നാണ് പല സോഷ്യൽ മീഡിയ വാർത്തകളും പറയുന്നത്. സോഷ്യൽ മീഡിയ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരം ചില പരിഭ്രാന്തി പരത്തുന്ന വാർത്തകളൊക്കെ പല സോഷ്യൽ മീഡിയയിലും കിടന്ന് കറങ്ങുന്നുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തി രാജ്യമാണ്. ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായഹസ്തങ്ങളോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യം, നമ്മളുണ്ടാക്കിയ രാജ്യം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത ശരിയാണോ? അല്ല, എനിക്ക് ധന്യ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് സംശയം. എന്തിനാണ് ആശങ്ക? ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ എന്ത് ആശങ്കയുള്ളത്? എത്ര മണിക്കൂർ ബംഗ്ലാദേശ് ഇന്ത്യയോട് പിടിച്ചു നിൽക്കും? ഒരാശങ്കയ്ക്കും കാര്യമില്ല. ആശങ്ക ആർക്കെങ്കിലും ഉണ്ടാവണമെങ്കിൽ ബംഗ്ലാദേശികൾക്കാണ്. ഈ പാണ്ടിലോറി വരുമ്പോൾ തവള മസിൽ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്ന്. പിന്നെ നമ്മുടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 4096 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ 865 കിലോമീറ്റർ ഒഴികെ മുഴുവൻ ഫെൻസിംഗ് ഉണ്ട്. ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വേലി കെട്ടിയിട്ടുണ്ട്. 865 കിലോമീറ്റർ എന്ന് പറഞ്ഞത് വളരെ ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളും വേലി കെട്ടാനുള്ള മനുഷ്യയത്നം ഉണ്ടല്ലോ, അസാധ്യമെന്ന് കണ്ട് ഉപേക്ഷിച്ചിട്ട സ്ഥലങ്ങളുമായിരുന്നു. ഇപ്പോൾ അവിടെ പോലും നമ്മൾ വേലി കെട്ടുന്ന ഏറ്റവും അസാധ്യമെന്ന് തോന്നുന്ന കിഴക്കാന്തൂക്കായ താഴ്വരകളും ഗർത്തങ്ങളുമുള്ള ആ പ്രദേശങ്ങളിലും നമ്മൾ ഇന്ത്യ ഫെൻസിങ് ആരംഭിച്ചിട്ടുണ്ട്. അതിനെതിരെ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. നമ്മുടെ ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്തി അവർ പ്രതിഷേധം അറിയിച്ചു. എങ്കിൽ പോലും നമ്മളൊന്ന് നിർത്തിവെച്ചിട്ട് നമ്മൾ വീണ്ടും അത് പുനരാരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കുറേ കാലമായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കുറേ പേരെ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം ധന്യ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ ഒരു ആഗ്രഹമാണ് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്കൊരു യുദ്ധം ഉണ്ടാവണം എന്നുള്ളത്. കാരണം അവിടെ അവർ കാണിക്കുന്ന അത്ര ഭീകരമായ മനുഷ്യമേധ എന്ന് പറയുന്ന, നരവേട്ട എന്ന് പറയുന്ന തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിക്കുന്നു, അമ്പലങ്ങൾ കത്തിക്കുന്നു. അങ്ങനെ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മതപീഡനം എന്ന് പറഞ്ഞാൽ എന്താണോ അതിപ്പോൾ ലിറ്ററലി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു യുദ്ധം ഉണ്ടായാൽ പോലും തെറ്റില്ല എന്ന് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഇങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അവർ നമ്മുടെ അതിർത്തിയിലേക്ക് ഡ്രോൺ അയച്ചു. ഡ്രോൺ വഴി നമ്മുടെ അതിർത്തികൾ നിരീക്ഷിക്കുകയുണ്ടായി. നിരീക്ഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ അതിർത്തിയിൽ വല്ല സൈനിക സന്നാഹങ്ങളും അതിർത്തിയിലോ അതിർത്തിക്ക് അപ്പുറത്തോ, അതിർത്തിയുടെ തൊട്ടടുത്താണെങ്കിൽ അവർക്ക് അപ്പുറത്ത് നിന്നാൽ കാണാം. പക്ഷേ ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ദൂരത്ത് ഇന്ത്യ വല്ല സൈനിക നീക്കവും നടത്തുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും ബംഗ്ലാദേശ് ഭയപ്പെടും. പിന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മുടെ നിന്ന് 50,000 ടൺ അരി വാങ്ങി, ഇപ്പോൾ മോദി ഇത്തിരി ഡീസൽ തരുമോ എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഡീസൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള സാധനമല്ല നമ്മളാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബംഗ്ലാദേശും മ്യാൻമറുമായുള്ള 271 കിലോമീറ്റർ അതിർത്തിയിൽ അരക്കൻ ആർമി ഇവരെ അതിഭീകരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. തെക്കനാഫ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. തെക്കനാഫ് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു ചെറിയ പട്ടണം, ഒരു പ്രവിശ്യയാണ്. ആ പ്രവിശ്യ അരക്കൻ പിടിച്ചെടുത്തു. അതിനോട് ചേർന്നിട്ടാണ് അവിടെ വലിയ ക്ലാഷ് ഉണ്ടാകുമ്പോൾ ഈ തെക്കനാഫിനോട് ചേർന്നുള്ള പ്രദേശത്താണ് നാഫ് നദി കടന്ന് മ്യാൻമറിൽ നിന്ന് ഓടി വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ താമസിച്ചിരിക്കുന്നത്. അവർ താമസിക്കുന്ന തൊട്ടടുത്തുള്ള തെക്കനാഫാണ് അരക്കൻ ആർമി പിടിച്ചെടുത്തത്. അതെന്തുകൊണ്ടായിരിക്കും തെക്കനാഫ് തന്നെ പിടിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ കിടക്കുന്ന റോഹിംഗ്യൻസിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ്. കാരണം റോഹിംഗ്യൻസ് ഇവരുടെ പ്രഖ്യാപിത ശത്രുക്കളാണ്. റോഹിംഗ്യൻസ് അരക്കൻ ആർമി ഉൾപ്പെടുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും കൂട്ടക്കൊല ചെയ്ത റോഹിംഗ്യൻ സാൽവേഷൻ ആർമിയുടെ ഭീകരന്മാരാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ താമസിക്കുന്ന തൊട്ടടുത്തുള്ള തെക്കനാഫ് എന്നുള്ള പ്രദേശം ബംഗ്ലാദേശിൻ്റെത് പിടിച്ചെടുത്തത്. അപ്പോൾ ബംഗ്ലാദേശിന് ഇപ്പം ഒരു യുദ്ധമുണ്ടെങ്കിൽ യുദ്ധഭീഷണി ഇപ്പോൾ പെട്ടെന്ന് നിലനിൽക്കുന്നത് അരക്കൻ ആർമിയായിട്ടാണ്. ഇന്ത്യയെ ഭയമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അരച്ച് കളയാൻ ഒരു ചവിട്ടിയല്ല അരഞ്ഞു പോകും ബംഗ്ലാദേശ്. അതാണ് ഒരവസ്ഥ. ഇപ്പോൾ ഈയിടെ ഉണ്ടാകും ചില എസ്കലേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ബംഗ്ലാദേശിലെ ചില മന്ത്രിമാരും ചില മതനേതാക്കന്മാരും ഒക്കെ ഒഡീഷ, കൽക്കത്ത തുടങ്ങിയുള്ള പ്രദേശങ്ങളെല്ലാം ചേർത്തിട്ട് വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അതിനുള്ള ശേഷിയൊന്നും ബംഗ്ലാദേശിനില്ല. ഈ സ്വപ്നം കാണാൻ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. ഏതായാലും ഇപ്പോൾ പെട്ടെന്ന് ഈ വാർത്ത ഇപ്പോൾ വീണ്ടും നമ്മൾ പോലും ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം, ഷുഖ്ദേവ്പൂർ എന്ന് പറയുന്ന അതിർത്തി ബംഗ്ലാദേശിൻ്റെ നമ്മുടെ ഇൻ്റർനാഷണൽ അതിർത്തിയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് ഒരു ഗ്രാമമാണ്. ഈ ഷുഖ്ദേവ്പൂർ അതിർത്തിയോട് ചേർന്നിട്ട് അവിടെ നമ്മുടെ ഇന്ത്യൻ കൃഷിക്കാർ അതിർത്തിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുന്ന നമ്മുടെ കൃഷിഭൂമിയിലേക്ക് വിളവെടുക്കാനായിട്ട് നമ്മുടെ കർഷകർ അങ്ങോട്ട് ചെന്നപ്പോൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് ബംഗ്ലാദേശികൾ കല്ലെറിഞ്ഞു. അവരും കൃഷിക്കാരെന്താ പറയുന്നത്. പക്ഷെ അവരുടെ കൃഷി എന്തെന്നറിയോ,
മണ്ണിൽ ധാന്യം വിതച്ച് കൃഷി ഉണ്ടാക്കലല്ല, അതിർത്തിയിലെ വേലി നൂണ്ട് വന്ന് ഇപ്പുറത്ത് വന്ന് ഇന്ത്യൻ കൃഷിക്കാരുണ്ടാക്കുന്ന വിള മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കൃഷിയാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിളവെടുക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവർ രാത്രി വന്ന് കട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വിളവെടുക്കാൻ വന്നപ്പോൾ, നമ്മുടെ കർഷകർ വിളവെടുക്കാൻ വന്നപ്പോൾ അവർ കല്ലെറിഞ്ഞപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ആളും കൂടി നമ്മളും കൊടുത്തു, നല്ല കീച്ച് കല്ലിന് ഇങ്ങോട്ട് കൊടുത്തു. ഇവനൊക്കെ ഏറും കൊണ്ട് തലയും പൊട്ടി ഓടി ഇവർ ഓടുന്ന കണ്ടപ്പോഴത്തേക്ക് അവരുടെ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് വന്നു, നമ്മുടെ BSF വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ ശാന്തരാക്കി വിട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വലിയ തോതിലുള്ളൊരു സംഘർഷം സൈനിക തലത്തിലുണ്ടായില്ലെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ ബംഗ്ലാദേശിലെ അതിർത്തി തുറന്നു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ അതിർത്തി നൂണ്ടുവരുന്ന ഭാഗങ്ങളുണ്ട്, ഇവിടെയൊക്കെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം പലയിടത്തും ഇവിടെ ഇപ്പുറത്തുള്ളവരുടെ ബന്ധുക്കൾ അപ്പുറത്തുണ്ട്, അപ്പുറത്തുള്ളവരുടെ ബന്ധുക്കൾ ഇപ്പുറത്തുണ്ട്, അതിർത്തിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫ്രീ മൂവ്മെൻ്റൊക്കെ കുറച്ചൊക്കെ ചില കണ്ണുവാട്ടമൊക്കെ പണ്ട് അതിർത്തിയിലുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തിക്തഫലം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കാരണം കണ്ടില്ലേ, സെയ്ഫ് അലി ഖാനെ കുത്തിയവൻ ആരാ? ബംഗ്ലാദേശിയാണ്. ബംഗ്ലാദേശിനോട് നമ്മൾ കാണിച്ചിട്ടുള്ള മൃദു സമീപനത്തിൻ്റെ ഭാഗമായി അവർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്ത് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വരെയുണ്ട്. അവരാണ് ഇവിടെ ക്രൈംസ് ചെയ്യുന്നത്. അവരെയാണ് വാടക കൊലയാളികളായിട്ട് ഇവിടുത്തെ അധോലോക സംഘങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ വധശ്രമത്തിന് പിന്നിൽ ആരുടെയെങ്കിലും ഗൂഢാലോചന, ഇപ്പം തന്നെ ഒരുപാട് സംശയങ്ങൾ വീട്ടുകാരുടെ കാര്യത്തിൽ കരീനയുടെ പേരിലൊക്കെ പറയുന്നുണ്ട്. ഇവരാരെങ്കിലും വാടകയ്ക്ക് എടുത്തതാണോ ഇയാളെ എന്നുള്ള സംശയം വരുന്നുണ്ട്. കാരണം ഇവൻ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അല്ലെങ്കിൽ കൊലപാതകം നടത്തിയിട്ട് നേരെ ബംഗ്ലാദേശിലേക്ക് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തെളിവുമില്ല, രേഖയില്ല, ഒന്നുമില്ല, പിടിക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിർത്തിയിൽ വലിയ സംഘർഷമാണ്, അതിർത്തിയിൽ ടെൻഷനുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ അതിർത്തിയെ അടച്ചുപൂട്ടി സീൽ ചെയ്ത പോലെ നമ്മൾ BSF വളരെ കർശനമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിന് അരക്കരോട് യുദ്ധം ചെയ്യണം, നമ്മളെ തോൽപ്പിക്കണം, ഇന്ത്യ കീഴടക്കണമെന്ന് ആഗ്രഹം തോന്നാത്ത ആരുണ്ടാവും? പാകിസ്ഥാൻ വലിയ ആഗ്രഹമുണ്ട്. അരിമണി ഒന്ന് കുറയ്ക്കാനില്ല, തരിമളയിട്ട് കിളിക്കാൻ മോഹം എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ ആഗ്രഹം ഇന്ത്യയുടെ കുറേ ഭൂഭാഗം കിട്ടുക, നമ്മുടെ സമ്പൽ സമൃദ്ധമായ നമ്മുടെ രാജ്യത്തെ അസൂയയോടെ നോക്കിക്കാണുന്നവർക്ക് ഇന്ത്യ പോലെ ആകാൻ ഇവർക്ക് ഒരിക്കലും കഴിയുന്നില്ല. നമ്മളിപ്പോൾ ബഹിരാകാശത്ത് വെച്ച് ലോകത്തെ 3 രാജ്യങ്ങൾക്ക് മാത്രം ശേഷിയുള്ള സാറ്റലൈറ്റ് ഡോക്കിംഗ് വരെ നടത്തി. നമ്മുടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ ആദ്യപടിയാണ്. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത്? പാകിസ്ഥാൻ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് തീവ്രവാദികളെ കയറ്റി അയക്കുന്നു, 2 പിച്ചക്കാരെ കയറ്റി അയക്കുന്നു. നമ്മൾ വായിച്ചില്ലേ, സൗദി അറേബ്യയിലേക്ക് പിച്ചക്കാരെ കയറ്റി അയക്കുന്നു. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് വിടുന്നു, ഗൾഫ് രാജ്യങ്ങൾക്ക് ഭിക്ഷക്കാരെ അയക്കുന്നു. ഇതാണ് പാകിസ്ഥാൻ ചെയ്തത്. ബംഗ്ലാദേശിന് ഭിക്ഷക്കാരെ പോലും അയക്കാൻ നിവർത്തിയില്ല. ബംഗ്ലാദേശിൻ്റെ യൂനിസ് തന്നെ ഭിക്ഷക്കാരനായിട്ട് നിൽക്കുകയാണ്. കണ്ടാലും ഒരു ഭിക്ഷക്കാരൻ്റെ ലുക്കുണ്ട് അല്ലേ? ഏതായാലും യുദ്ധം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശ് അത്ര എന്തെങ്കിലും സാഹസം കാണിച്ചാൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ ധാക്ക ഇന്ത്യൻ പട്ടാളം പിടിക്കും. ഇന്ത്യൻ പട്ടാളം പിടിക്കുന്നത് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് അവർക്ക് എന്ത് സന്നാഹം ഇരിക്കുന്ന പറഞ്ഞ്. നമ്മുടെ ഒരു 100 പാറ്റൻ ടാങ്ക് ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ചെന്നാൽ 2 മണിക്കൂറുകളുണ്ട് നമ്മൾ ധാക്ക പിടിക്കും. യൂനിസ് ഓടുന്ന വഴി ഉണ്ടാവത്തില്ല. നമുക്ക് ധാക്ക പിടിക്കാൻ പറ്റും, മൊത്തം ബംഗ്ലാദേശ് പിടിക്കാൻ പറ്റും. മൊത്തം ബംഗ്ലാദേശ് പിടിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ 3ഓ 4ഓ കഷ്ടങ്ങളായിട്ട് ചിറ്റഗോങ് അടക്കമുള്ള ഹിന്ദുക്കൾ താമസിക്കുന്ന ഭൂരിപക്ഷ പ്രദേശം വിഭജിച്ച് വേറൊരു രാജ്യമാക്കാം. വേണമെങ്കിൽ അത് ഇന്ത്യയോട് ചേർക്കാം. ചിറ്റഗോങ്ങിനോട് ചേർന്നിട്ടുള്ള ചിക്കൻ നെക്ക് എന്നൊരു പ്രദേശമുണ്ട്. അതൊക്കെ വളരെ ഇടുങ്ങിയ പ്രദേശമാണ്. അതുവഴിയാണ് നമ്മൾ കൊൽക്കത്തയായിട്ട് കണക്ട് ചെയ്തത്. ആ ചിറ്റഗോങ് മേഖല ഒരു തുറമുഖ നഗരമാണ്, വളരെ തന്ത്രപ്രധാനമാണ്. നമുക്ക് ആ ചിറ്റഗോങ് കിട്ടിയാൽ നമുക്ക് അവിടെ കടലിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാം. അപ്പോൾ ഒരു യുദ്ധം ആസന്നമായാൽ നടന്നാൽ ഒരു സംശയം വേണ്ട, ഒരു 6 മണിക്കൂർ തികച്ച് ബംഗ്ലാദേശ് പിടിച്ചു നിൽക്കില്ല. നമ്മൾ ബംഗ്ലാദേശിനെ 2ഓ 3ഓ കഷണങ്ങളായി മുറിച്ച് മാറ്റും. ബംഗ്ലാദേശിനെ മുറിച്ച് കഷണങ്ങളാക്കി മാറ്റാൻ ഒരു ഭാഗത്തെ ഇന്ത്യയിൽ ചേർത്ത് മറ്റൊന്നതിനെ വേറൊരു സെപ്പറേറ്റ് രാജ്യമായി മാറ്റിയെടുക്കാൻ ഇന്ത്യക്ക് കേവലം 6 മണിക്കൂർ മതി. അതായത് ഇന്ത്യ ഒന്ന് ശ്രമിച്ചാൽ 6 മണിക്കൂറിൽ ബംഗ്ലാദേശ് 3 കഷണം. ഇന്ത്യൻ പട്ടാളം അതിന് നമ്മുടെ സൈന്യത്തിൻ്റെ 10% ശേഷി പോലും ഉപയോഗിക്കേണ്ടതില്ല. ഇതാണ് വസ്തുത. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം ഇന്ത്യ ബംഗ്ലാദേശിൽ കയറട്ടെ, ബംഗ്ലാദേശിലെ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖല ഇന്ത്യയുടെ ഭാഗമാവട്ടെ. ബംഗ്ലാദേശ് ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ വൃത്തിയാക്കപ്പെടട്ടെ, അല്ലെങ്കിൽ ഹസീനയെ നമ്മൾ പുനഃസ്ഥാപിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൽ കയറിയാൽ യൂനിസിന് കൊലക്കയറാണ്, മരണവിധിയാണ്. ഹസീനയ്ക്ക് പ്രധാനമന്ത്രിയുടെ കസേര വീണ്ടും കിട്ടുക എന്നതാണ് റിസൾട്ട്.
തീർച്ചയായിട്ടും.